മമ്മൂക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ വാക്കുകളിലെ സ്ട്രെസ് പോയിന്റ്സും പോസസും. ഞാനൊരു ഫുൾ പടത്തിൽ നോക്കിയിട്ട് പറ്റാത്തതാണ് അവൻ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒപ്പിച്ചത്. ഡയലോഗ് ഡെലിവറിയിലെ ഋതമുണ്ടല്ലോ, അത് അഭിരാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അത് മറ്റാരെങ്കിലും നോട്ടീസ് ചെയ്ത്? ഡയലോഗ് ഡെലിവറി നാച്ചുറൽ ആണെന്ന് പറയാറുണ്ട് ആൾക്കാർ. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് നല്ലതായിട്ടാണ് പറയുന്നത് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ ആ ഒരു ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ നാടകത്തിൽ അങ്ങനെയാണല്ലോ. നമ്മളത് പറഞ്ഞ് 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 ഒരു മീറ്റർ അങ്ങ് സെറ്റാക്കി വെക്കുമല്ലോ ഒരു നിരന്തരമായ റിഹേഴ്സലിലൂടെ. അപ്പോൾ അതൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ്, ആ ശീലമായിരിക്കണം ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഡയലോഗിൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ മമ്മൂക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ വാക്കുകളിലെ സ്ട്രെസ് പോയിന്റ്സും പോസസും അതാണ് ഇതിനെ കൺവേ ചെയ്യിക്കുന്നത്, നമ്മൾ എന്താണോ പറയണത് എന്നുള്ളത്.